യുകെയിലെ അനസ്തെറ്റിക് മേഖലയിൽ ODP അഥവാ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രാക്ടീഷണർ ആകുന്നതിന് വേണ്ടി ധാരാളം അവസരങ്ങളാണ് NHS ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ മേഖലയിൽ നിലനിൽക്കുന്നത്. യുകെയിലെ സ്റ്റുഡന്റ് വിസയിലെത്തി വർക്ക് വിസയിലോട്ട് മാറിയ അപർണയാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക കോഴ്സുകളും യുകെയിൽ അംഗീകരിച്ചതാണ്. ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് തന്നെ യുകെയിൽ നമുക്ക് വർക്ക് വിസ ലഭിക്കുന്നതിന് വലിയ തടസ്സങ്ങളില്ല. ഞാൻ 2021 ഇവിടെ യുകെയിൽ എത്തുന്നത്. ഞാൻ ആക്ച്വലി സ്റ്റുഡന്റ് വിസയിലാണ്. എൻ്റെ ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ യുകെയിൽ വരുന്നത്. 1 ഇയർ പ്രോഗ്രാം ആയിരുന്നു. അത് കഴിയാനായ സമയത്താണ് ആക്ച്വലി ഇവിടെ നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും എന്നുള്ളത് ഞാൻ ആലോചിച്ച് തുടങ്ങിയത്. ഞാൻ നാട്ടിൽ ആക്ച്വലി എൻ്റെ ബാച്ചിലേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് BSc അനസ്തീഷ്യ ടെക്നോളജി ഒരു 3.5 ഇയേഴ്സ് പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ അതിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം UK നാരിക്ക് ചെയ്തു. UK സ്റ്റാൻഡേർഡ്സുമായിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇക്വലൻ്റ് ആണെന്ന് മനസ്സിലായി. സോ അതിന് ശേഷമാണ് ഞാൻ ആക്ച്വലി NHSൽ അപ്ലൈ ചെയ്തത് എൻ്റെ ഈ ഒരു ജോബിന്. അപ്പൊ നമ്മുടെ നാട്ടിലെ സർട്ടിഫിക്കറ്റ് യുകെയിൽ അംഗീകരിക്കുന്ന രീതിയിൽ നമുക്കത് കൺവേർട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ? അത് ഒരു 15 ഡേയ്സ് മാക്സിമം 10 to 15 ഡേയ്സേ ഉള്ളൂ അതിന്. അത് നമുക്ക് UK നായിരിക്കും ചെയ്യും. നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ കോപ്പി കൊടുത്താൽ മതി. ഒറിജിനൽസ് ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ റെഫറൻസ് പോകും. ആക്ച്വലി റെഫറൻസ് ചെക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സർട്ടിഫിക്കറ്റ് UK നാരിക്ക് ചെയ്ത് വരും. അതായത് നമ്മുടെ ഇവിടുത്തെ സ്റ്റാൻഡേർഡുമായിട്ട് ഈക്വലൻ്റ് ആണോ എന്നുള്ള രീതിയിൽ. അപ്പം നമ്മുടെ BSc അനസ്തേഷ്യ ടെക്നോളജി എന്ന് പറയുന്ന നാട്ടിലെ കോഴ്സ് ഇവിടുത്തെ ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രാക്ടീഷണർ ആ കോഴ്സുമായിട്ട് സെയിം ഈക്വലൻ്റ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ ഇവിടുത്തെ 3.5 വർഷത്തെ കോഴ്സ് ചെയ്യാതെ തന്നെ നാട്ടിലെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവിടെ വാലിഡ് ആക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഞാൻ എൻ്റെ ബാച്ചിലർ ഡിഗ്രി വെച്ചിട്ടാണ് ഇവിടെ UK നാരിക്ക് ചെയ്തത്. അത് എൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പ് പ്രോഗ്രാം ആയിരുന്നു. ഇവിടെ വരുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ അറിയായിരുന്നോ? ഇല്ല, ഞാൻ ഇവിടെ വരുന്നിടം വരെ എനിക്ക് അറിയില്ല ഇവിടെ ഒരു നമുക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സാധ്യത നമുക്ക് UK ഉണ്ടെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ വൺസ് ഇവിടെ വന്നു കഴിഞ്ഞ് എൻ്റെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം കംപ്ലീറ്റ് ആകാനായപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് വർക്ക് വിസയിലോട്ട് മാറാം ഈസി ആയിട്ടെന്ന്. UK നാരിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ NHSന്റെ സൈറ്റിൽ അതായത് ട്രാക്സ് ജോബിൽ അപ്ലൈ ചെയ്തു. ഈ ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രാക്ടീഷണർ ആണ് നമ്മുടെ ഡെസിഗ്നേഷൻ എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ആക്ച്വലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവർ ഫസ്റ്റ് ഒരു വിത്തിൻ എ വീക്കിൽ തന്നെ ഒരു ഇന്റർവ്യൂ കോൾ എനിക്ക് വന്നു. അപ്പോൾ ഇതിന് ഇവിടെ വരുന്നതിന് മുൻപ് എന്തായിരുന്നു ശരിക്കും പഠിച്ചത്? +2 ഞാൻ സയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചത് ബാംഗ്ലൂരാണ്. BSc അനസ്തേഷ്യ ടെക്നോളജി 3 വർഷം പിന്നെ 6 മന്ത് ഇന്റേൺഷിപ്പ് ആണ് അത്. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞവർക്ക് ഇപ്പോൾ ധാരാളം പേര് ഈ കോഴ്സ് പഠിക്കുന്നുണ്ടല്ലോ ഇന്ത്യയിൽ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ UK അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് ശരിക്കും അല്ലേ? അതെ. അപ്പോൾ അതിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ എന്തൊക്കെയായിരുന്നു പ്രധാനമായിട്ടും വേണ്ട ക്രൈറ്റീരിയ? അവര് ഇവിടെ അപ്ലൈ ചെയ്ത സമയത്ത് പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല. നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ HCPC പിന്നാണ് മെയിനായിട്ട് ഇവിടെ രജിസ്ട്രേഷൻ ആണ് നമുക്ക് വേണ്ടത്. എനിക്കറിയണ്ടായിരുന്നില്ല ഈ പിന്നിന്റെ കാര്യമൊന്നും. അപ്പോൾ ഞാൻ വന്ന സമയം എന്ന് പറഞ്ഞൊരു 2021 സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് ഇവിടെ നമുക്ക് ജോലി കിട്ടുമെന്ന് ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പിന്നിനെ കുറിച്ചും എനിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് HCPC പിന്ന് വേണം, ഈ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ അപ്പോഴേ അവരോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു എനിക്ക് HCPC രജിസ്ട്രേഷൻ ഇല്ല, അപ്പം ഇത് എത്ര ടൈം എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് ഓക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ബിക്കോസ് അവർ സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ NHSന്റെ ഒരു ബെനിഫിറ്റ് അതാണ്, അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് പിന്നില്ല എന്ന് പറഞ്ഞപ്പോഴും അവർ ഓക്കെ കൂളായിരുന്നു. അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ഇപ്പോൾ തരാൻ കഴിയുന്ന ഒരു അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണ്. അതിലൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്, പിൻ നമ്പർ വേണം. അപ്പോൾ വൺസ് പിൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അപർണയ്ക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാമെന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ HCPCക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ പ്രോസസ്സിങ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എളുപ്പമായിരുന്നില്ല. കാരണം ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല, ആർക്കും അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ടഫായിരുന്നു HCPC പിൻ നമ്പർ എടുക്കുക എന്നുള്ളത്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തും അതേപോലെ എല്ലായിടത്തും ഇതിൻ്റെ റെഫറൻസ് ചെക്ക് പോകും. നമ്മുടെ യൂണിവേഴ്സിറ്റിയിലാകും അതേപോലെ നമ്മൾ പഠിച്ച കോളേജിൽ എല്ലായിടത്തും ഇതിൻ്റെ റെഫറൻസ് ചെക്ക് കംപ്ലീറ്റ് ആയി തിരിച്ചു വന്നു കഴിഞ്ഞാലാണ് നമുക്ക് പിൻ നമ്പർ കിട്ടത്തുള്ളൂ. അപ്പം ഏകദേശം ഒരു 3 മന്തിൽ എനിക്ക് പിൻ നമ്പർ കിട്ടി. അതിന് വേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് IELTS അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമായിരുന്നു? IELTS ആ സമയത്ത് എനിക്ക് IELTS ചോദിച്ചില്ല. ബിക്കോസ് ഞാനിവിടെ ഓൾറെഡി മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യണ കാരണം എൻ്റെ പ്രൊഫസറിനാണ് ഈ റെഫറൻസ് ചെക്ക് പോയത്. അപ്പം ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇതെല്ലാം ക്രൈറ്റീരിയ മീറ്റ് ചെയ്തു. അതായത് ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് വേണോ എന്നുള്ള രീതിയിൽ അവർ എൻ്റെ പ്രൊഫസറിന് മെയിൽ ചെയ്തു. അപ്പം അവർ ആ ഒരു രീതിയിലാണ് എൻ്റെ റെഫറൻസ് ചെക്ക് പോയത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള UK സ്റ്റാൻഡേർഡ് അവർ
അവർ പുതുക്കിയിട്ടുണ്ട്. ഇന്റർവ്യൂ പാസ്സാകാൻ വേണ്ടി എന്തൊക്കെ ചെയ്തത്? ഇവിടുത്തെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് പ്രിപ്പയർഡ് ആയിട്ട് പോകണം. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണ് അവർ നമ്മുടെ അടുത്ത് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും ഇന്റർവ്യൂ എന്ന് പറയുന്നത് അവർ ഇൻ കേസ് നമ്മൾ നെർവസ് ആണെങ്കിൽ തന്നെ അവർ നമ്മളെ വളരെയധികം കാമൊക്കെ ആക്കിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ നാട്ടിലെ പോലുള്ള ഒരു ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ അല്ല ഇവിടെ അവർ ഫോളോ ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുമ്പം എല്ലാം സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അവരിപ്പം ഇപ്പോൾ ഇൻ കേസ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് തിയേറ്ററിലാണ്. അപ്പം അവരിപ്പം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ചിലപ്പം ഒരു എമർജൻസി സിറ്റുവേഷൻ, ഒരു പേഷ്യൻ്റ് ഇപ്പം സഡൻലി കാർഡിയക് അറസ്റ്റ് ആയി, ആ സമയത്ത് നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, അല്ലെങ്കിൽ അതേപോലെയുള്ള ഓരോരോ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവരുടെ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുന്നു, അതിൽ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവരപ്പം തന്നെ പറയും അതിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത്. അപ്പം നമ്മൾ ആൻസർ ചെയ്യുമ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ആൻസറിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയാൻ ശ്രമിക്കുക. അപ്പോൾ അവരതിൽ സാറ്റിസ്ഫൈഡ് ആകും. അങ്ങനെയായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും അവർ ചോദിച്ചില്ല. നമുക്കിപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ചോദിക്കണ 2-3 ക്വസ്റ്റ്യൻസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ്, വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ അവർ അപ്പം തന്നെ അവിടെ സാറ്റിസ്ഫൈഡ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഏത് ട്രസ്റ്റിലാണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ആ ട്രസ്റ്റിൻ്റെ വിഷൻ, അവരുടെ പേഷ്യൻ്റ് സേഫ്റ്റി, അവരെങ്ങനെയാണ് പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കോർ വാല്യൂസ് എല്ലാം, അല്ലെങ്കിൽ നമ്മൾ ആ ട്രസ്റ്റിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇൻ കേസ് സം ടൈം അവർ ചോദിക്കും നിങ്ങൾക്ക് ഈ ട്രസ്റ്റിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അറിവ്, അല്ലെങ്കിൽ ഈ ട്രസ്റ്റിന്റെ വിഷൻ, അല്ലെങ്കിൽ ഈ ട്രസ്റ്റിനെ കുറിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ട്രസ്റ്റ് ചൂസ് ചെയ്യാൻ കാരണം, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ലാസ്റ്റ് അവർ നമ്മുടെ അടുത്ത് ചോദിക്കും ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഞങ്ങളുടെ അടുത്ത് ചോദിക്കാനുണ്ടോ, എന്തെങ്കിലും. അതേപോലെ നമുക്ക് അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ അവിടെ തരും. അപ്പം നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം നമുക്കിവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന കരിയർ ഗ്രോത്ത് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവണേന്ന്. അപ്പോൾ അവർ നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരും. നമുക്ക് എന്ന് പറഞ്ഞാൽ NHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കോഴ്സുകളൊക്കെ ചെയ്യാനായിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമുക്ക് നമ്മുടെ ഈ പ്രൊഫഷനിൽ തന്നെ കരിയർ ഗ്രോത്ത് ഉണ്ടായി നമ്മുടെ ബാൻഡ്സ് കൂട്ടാനൊക്കെ ആയിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഒരു തവണ ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതുപോലെ തന്നെ കോമ്പിറ്റൻസി ലെവൽ എന്തൊക്കെയാണ് നമ്മൾ പാസ്സാകേണ്ടത്? എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊരു 2 ഇയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ വർക്ക് ചെയ്ത സമയത്ത് അത് റിസൈൻ ചെയ്ത് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു മാസ്റ്റർ പ്രോഗ്രാമായിട്ട് UK വന്നു. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാണ് ഞാൻ ആക്ച്വലി NHSന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ബേസിക്കലി ആ സമയത്ത് എനിക്ക് ഈ പറഞ്ഞാൽ നല്ലൊരു പേടി ഉണ്ടായിരുന്നു, എന്തായിരിക്കും ജോയിൻ ചെയ്യുന്ന സമയത്ത്. നമ്മൾ ഒന്നാമത്തെ ഇവിടെ വർക്ക് ചെയ്തിട്ടില്ല, അപ്പം ഇവിടെ എങ്ങനെയായിരിക്കും ഒന്നാമത്തെ ബ്രിട്ടീഷ് പീപ്പിൾസിൻ്റെ കൂടെ എങ്ങനെ വർക്ക് ചെയ്യണമെന്നൊന്നും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ജോയിൻ ചെയ്ത സമയത്ത് അവർ ഭയങ്കര വെൽക്കമിങ് പീപ്പിളാണ്. ഇവിടെ നമുക്ക് റെസ്പെക്റ്റ് തന്നുകൊണ്ടാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോയ സമയത്ത് ആദ്യം എന്ന് പറഞ്ഞ ഷാഡോയിങ് പീരീഡ് നമുക്ക് തരും. നമുക്കൊരു മെൻറ്റർ ഉണ്ടാകും. അപ്പോൾ ആ മെൻറ്റർ അവരുടെ അടുത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഏതൊക്കെ സ്പെഷ്യാലിറ്റിയിൽ നമുക്ക് കൂടുതൽ പോസ്റ്റിങ്സ് വേണം, അതേപോലെ എവിടെയെങ്കിലും നമുക്ക് സംശയങ്ങളുണ്ടോ, എല്ലാ കാര്യങ്ങളും നമുക്ക് ആ മെൻറ്ററിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ അണ്ടർ ഷാഡോയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഓരോ തിയേറ്റർ ഓരോ സ്പെഷ്യാലിറ്റി ആയിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഒരു 1 മന്ത് നമ്മൾ എപ്പോഴാണോ തന്നെ വർക്ക് ചെയ്യാൻ ക്യാപ്പബിൾ ആകുന്നത്, അവർക്ക് അങ്ങനെ ഇത്ര ടൈം പീരീഡ് എന്നൊന്നുമില്ല, എന്നാലും ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ള രീതിയിലാണ് അവർ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പം നമുക്ക് വളരെ കാമായിട്ട് നമുക്ക് എല്ലാ തിയേറ്ററിലും നമുക്ക് പോസ്റ്റിങ്സ് കിട്ടും. അതേപോലെ തന്നെ ആ സമയത്ത് തന്നെ നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട മാൻഡേറ്ററി ട്രെയിനിങ്സ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോയിരുന്ന് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിനായിട്ട് ടൈം നമുക്ക് അവർ അലൗ ചെയ്യും. ഇപ്പം നമുക്ക് നമ്മുടെ ഒരു മാൻഡേറ്ററി ട്രെയിനിങ് ചെയ്യേണ്ട ടൈമിലാണെങ്കിൽ നമുക്ക് ആ സമയത്ത് മാൻഡേറ്ററി ട്രെയിനിങ് മാത്രം ചെയ്യാം. അതേപോലെ ഷാഡോയിങ് പീരീഡ് നമുക്ക് തിയേറ്ററിലുള്ള പോസ്റ്റിങ്സിന്റെ സമയത്ത് നമ്മൾ അതും ചെയ്തുകൊണ്ട് ഒരു രീതിയിൽ നമ്മൾ ടെൻസ്ഡ് ആക്കത്തില്ല. നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ വർക്കിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് തന്നെ വളരെ ഹാപ്പിയാണ്. ശരിക്കും എന്താണ് ബേസിക് ആയിട്ട് ചെയ്യുന്നത് തിയേറ്ററിൽ? നമ്മൾ അനസ്തെറ്റിക്സിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ODP ഇൻ അനസ്തെറ്റിക്സ് ആണ്. അപ്പം നമ്മൾ അനസ്തെറ്റിക്സിനെ അസിസ്റ്റ് ചെയ്യലാണ് നമ്മുടെ ജോലി. അപ്പം നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനസ്തെറ്റിക് റൂമില്ല. നാട്ടിലെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് തിയേറ്ററിലോട്ടാണ് പേഷ്യന്റ് വരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു അനസ്തെറ്റിക് റൂമുണ്ട്. പേഷ്യന്റിനെ അവിടെ വെച്ച് അനസ്തെറ്റൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പേഷ്യന്റിനെ തിയേറ്ററിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം പ്രീ അനസ്തെറ്റിക് കെയർ തൊട്ട് പേഷ്യന്റ് വന്നു കഴിഞ്ഞ് ഇവിടെ ID ചെക്കൊക്കെയാണ് ഏറ്റവും കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. റൈറ്റ് പേഷ്യന്റ് ആണോ എന്നുള്ളത് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ പേഷ്യന്റിനെ ആദ്യം ചെക്ക് ചെയ്ത് പേഷ്യന്റ് ചെക്സ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ പേഷ്യന്റിനെ അനസ്തെറ്റൈസ് ചെയ്യുന്നത്. അനസ്തെറ്റൈസ് ചെയ്തതിന് ശേഷം നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് തിയേറ്ററിലോട്ട് ചെയ്യുന്നത്. നമ്മൾ കാം ആൻഡ് വിജിലൻ്റ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യണത്. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് പേഷ്യൻറ്റിൻ്റെ ജീവൻ വരെ അഫക്റ്റ് ആവും. നമ്മളും അനസ്തെറ്റിസ്റ്റ് ODPയും ഒരു അനസ്തെറ്റിസ്റ്റും ഉണ്ടാവുള്ളൂ ഒരു തിയേറ്ററിൽ. അപ്പം നമ്മളെ അസിസ്റ്റ് ചെയ്യാനോ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ വേറെ ആളുണ്ടാവില്ല. അപ്പം നമ്മൾ എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലാണ്
ഫ്ലോർ പേഴ്സൺ നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം. രാവിലെ പേഷ്യൻ്റ് ഇപ്പോൾ നമ്മുടെ ലിസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇന്ന് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പേഷ്യൻ്റെ പിന്നെ കോമോർബിഡിറ്റീസ് എന്തൊക്കെ ഡിസീസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം, നമുക്കൊരു മുന്നേ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. നമ്മൾ പേഷ്യൻ്റ് വരുന്നതിന് മുമ്പേ എന്തും സംഭവിക്കാൻ നെക്സ്റ്റ് മൊമെൻറ്റിൽ എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ കേസസ് പോയിക്കൊണ്ട്. ഇപ്പോൾ റിസ്ക് അല്ലെങ്കിൽ ഹൈ റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് എപ്പോഴും മോണിറ്ററിൽ, നമ്മളെപ്പോഴും തിയേറ്ററിൽ എപ്പോഴും നമ്മൾ അവൈലബിൾ ആയിരിക്കണം. നമുക്ക് എങ്ങോട്ടും നീങ്ങാൻ പറ്റില്ല. ഇൻ കേസ് പേഷ്യൻറ്റ് പെട്ടെന്ന് അറസ്റ്റ് ആവുമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അനസ്തറ്റിസ്റ്റിന് ഇപ്പോൾ ഡ്രഗ്സ് എന്തെങ്കിലും എമർജൻസി ഡ്രഗ്സ് എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ നമ്മൾ പെട്ടെന്ന് നമുക്കത് എവിടെയാണ് ഇരിക്കണേ, അത് എന്ത് ഡ്രഗാണെന്ന് ആളിപ്പോൾ ചോദിക്കണതിന് മുന്നേ തന്നെ നമുക്കത് കൊടുക്കാൻ കഴിയണം. അല്ലെങ്കിൽ ഇപ്പം ഈ പേഷ്യൻ്റ് അറസ്റ്റ് ആയെന്നുള്ളത് നമ്മൾ ആ ഡ്രഗ്സ് എടുത്ത് നമ്മൾ റെഡി ആയിട്ടിരിക്കണം. കാരണം അതേപോലെ എഫിഷ്യൻസി വേണം നമുക്ക് ഈ വർക്കിനകത്ത്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് പഠിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് പഠിച്ചാലും തീരില്ല. അപ്പം ഓരോ ദിവസവും നമ്മൾ പറഞ്ഞാൽ കൂടുതൽ ഡ്രഗ്സിനെ കുറിച്ച് കൂടുതൽ നോളജുകൾ, അനസ്തറ്റിസ്റ്റ് നമ്മൾ രാവിലെ ഇപ്പോൾ ഒരു കേസിൽ ഒരു ബ്രീഫിംഗ് നടക്കുമ്പോൾ നമ്മൾ എയർവേ തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ അനസ്തറ്റിസ്റ്റിനോട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓപ്പൺ ആയിട്ട്. എന്തൊക്കെയാണ് നമ്മൾ എയർവേ മാനേജ്മെന്റ് എന്താണ് നമുക്ക് വേണ്ടത്, എന്താണ് അനസ്തറ്റൈസ്, ഏത് അനസ്തേഷ്യയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കണേ എന്നുള്ള നമുക്ക് എല്ലാം ഇവിടെ അനസ്തറ്റിസ്റ്റുമായിട്ട് നമുക്ക് ഡീൽ ചെയ്യാം. ഇപ്പം നമ്മൾ നാട്ടിലെ പോലെ ഇപ്പം എന്താ പറയണ്ടേ, നമുക്ക് സാറിനോ മേഡമോ അങ്ങനെയൊന്നും വിളിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു കൾച്ചർ അല്ല ഇവിടെ. നമുക്ക് അവരോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പേര് വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവരോട് സംസാരിക്കാം, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം എന്ത് കാര്യങ്ങൾ. അവരായാലും നമ്മുടെ അടുത്ത് വന്നാണ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആരാണ് ആ തിയേറ്ററിലെ ODP, അവരുടെ അടുത്താണ് അവർ വന്ന് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് എയർവേ മാനേജ്മെന്റിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏത് അനസ്തേഷ്യയാണ്, എന്താണ് അതിൻ്റെ ഡീലിങ്സ്, എത്ര നേരം എടുക്കുന്ന പ്രൊസീജിയറാണ്, എല്ലാ കാര്യങ്ങളും രാവിലെ തന്നെ ഒരു ബ്രീഫിൽ അവർ നമ്മുടെ അടുത്ത് ഡിസ്കസ് ചെയ്യും. അപ്പം തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് ഈ കേസ്, അല്ലെങ്കിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളെല്ലാം അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ വളരെ കൂളായിട്ട് പോകും. പക്ഷേ അതേപോലെ സെയിം ടൈം നമ്മൾ കുറച്ചും കൂടെ വിജിലന്റ് ആയിട്ടും ഇരിക്കണം. ഇപ്പൊ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യത്യാസം എന്താണ് ശരിക്കും അപർണയ്ക്ക് തോന്നിയത് ഇവിടെ വന്നപ്പോൾ? ഇവിടുത്തെ വർക്ക് കൾച്ചർ വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന അനസ്തറ്റിസ്റ്റോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ നമ്മൾ ഭയങ്കര ഓവർ റെസ്പെക്റ്റോടുകൂടി സർ, മാഡം എന്നൊക്കെ വിളിക്കണം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മാത്രം നമ്മൾ ഏജ്ഡ് എന്നല്ല ആരെയാണെങ്കിലും നമ്മൾ റെസ്പെക്റ്റ് ആയിട്ട് വിളിക്കണേന്ന് പറയുമ്പോൾ അവിടെ മിസ്റ്റർ മിസ് ചേർത്ത്, ഇപ്പം മിസ്റ്റർ ഡേവിഡ് എന്നാണെങ്കിൽ മിസ്റ്റർ ഡേവിഡ് എന്ന് തന്നെ നമുക്ക് വിളിക്കാം. നാട്ടിലെ പോലെ സാറിനോ അല്ലെങ്കിൽ മാമിനോ ഒന്നും നമുക്ക് വിളിക്കേണ്ട കാര്യം അവരില്ല. അവർക്കും അതാണ് ഇഷ്ടം, അവരെ എപ്പോഴും പേര് വിളിക്കണതാണ് അവർക്കും ഇഷ്ടം. അപ്പം നാട്ടിൽ നമ്മൾ ഇവിടെ റെസ്പെക്റ്റ് ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ ഇവിടുത്തെ ഒരു കൾച്ചർ അങ്ങനെയാണ്. നമ്മൾ എല്ലാവരെയും, ഈവൻ പേഷ്യൻറ്റിനെ ആണെങ്കിലും, ഈവൻ നമ്മുടെ ലൈൻ മാനേജർ ആവട്ടെ, നമ്മുടെ മേട്രൺ ആവട്ടെ, ആരായിക്കോട്ടെ, നമ്മൾ അവരെ എല്ലാവരെയും വിളിക്കുന്നത് പേരാണ്. ആരെയും നമ്മൾ ഇപ്പം മാഡംന്നോ സാറിനോ വിളിക്കേണ്ട കാര്യം ഈ UK ഇവിടെ ഇല്ല. ഇന്ത്യയിൽ ഈ ഒരു ഡിഗ്രി ചെയ്തുകൊണ്ട് ഇപ്പോൾ അനസ്തറ്റിക് ഡിഗ്രി ചെയ്തവർക്ക് UK ODPമാരാകാനുള്ള വലിയ സാധ്യതകൾ തന്നെയാണ് NHS ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ മേഖല നൽകുന്നത്. ഇപ്പോൾ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റുകളൊക്കെ കുറഞ്ഞ സമയമാണ് എങ്കിലും ധാരാളം അവസരങ്ങൾ തന്നെയാണ് NHS ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ മേഖലയിൽ നിലനിൽക്കുന്നത്. NHSന്റെ ഡയറക്റ്റ് സൈറ്റ് ട്രാക്സ് ജോബിൽ തന്നെ കയറിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് അവർ നമ്മൾ ഇന്റർവ്യൂ കോളിന് വിളിക്കും. ഇന്റർവ്യൂവിന് അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ട് വേണം നമ്മൾ പോകാൻ. അവരുടെ ക്വസ്റ്റ്യൻസ് എല്ലാം സെനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ അതിനോട് കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പേടിക്കാനോ അങ്ങനെ ഒത്തിരി ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് പാറ്റേൺസ് ഒന്നും അല്ല അവരുടെ. കൂളായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നുള്ളൂ. വൺസ് അവരിപ്പം ഇന്റർവ്യൂവിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർ അപ്പം തന്നെ നമ്മുടെ അടുത്ത് പറയും. അവർ പറയും ഓഫർ ലെറ്റർ നമ്മൾ അയക്കാം. വൺസ് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, COS കിട്ടിക്കഴിഞ്ഞ് വിസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഇവിടെ വരാം. അതേപോലെ തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യുന്ന നമ്മൾ കാശുകൾ, അതായത് ഫ്ലൈറ്റ് ചാർജ് പോലുള്ള കാര്യങ്ങളെല്ലാം അവർ റീഇംബേഴ്സ് ചെയ്യും ഇവിടെ വന്നു കഴിഞ്ഞ്. അപ്പോൾ താങ്ക് യു അപർണ, വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇത്രയും നേരം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി നൽകിയതിന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് UK NHSലും മറ്റ് ഹെൽത്ത് കെയർ മേഖലയിലും ODP ആയി ജോലി ലഭിക്കുന്നതിന് വലിയ സാധ്യതകൾ തന്നെയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഇന്ത്യയിൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ, അനസ്തറ്റിക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും UK വന്ന് ഇത്തരം ഈ ജോലി ചെയ്യുന്നതിന് വലിയ സാധ്യതകൾ തന്നെയാണ്, അനുകൂല സാധ്യതകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. അതല്ലെങ്കിൽ നഴ്സുമാരുടെ കാര്യത്തിലാണെങ്കിൽ 6 മാസം കൊണ്ട് ഈ ഒരു ODP കോഴ്സ് ചെയ്തുകൊണ്ട് അവർക്കും ഈ ഒരു മേഖലയിൽ അനസ്തറ്റിക് നഴ്സുമാരാകാനായിട്ട് സാധിക്കും. സെയിം ജോലി തന്നെയാണ് അവരും ചെയ്യുന്നത്. അപ്പോൾ അത്രയധികം സാധ്യതകൾ നിലനിൽക്കുന്ന ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, തീർച്ചയായിട്ടും ഞങ്ങൾ ആൻസർ ചെയ്യാം. മറ്റൊരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ അപർണ, വീണ്ടും നന്ദി.